ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ റെഡി ആയിരിക്കുന്നു. നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഷോപ്പിംഗ് കണ്ടു. ഷോപ്പിങ്ങിന് പോവാണ്. വലിയ സംഭവമൊന്നുമില്ല. ആദ്യപോലെ സ്കൂളിൽ ശാസ്ത്രമേള വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളൊരു സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? എല്ലാവരും ഉണ്ട്. അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, മോനുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മയും അച്ഛനും വേറെ വഴിക്ക് പോവാണ്. നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്. ഞാൻ പുതിയൊരു ബാഗ് വാങ്ങി കണ്ടോ, കുട്ടി ബാഗ്. ഇതാകുമ്പോൾ സുഖമാണ്. ഒരു കുട കൊള്ളുന്ന ബാഗ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഗൈസ്. കുറേ തിരഞ്ഞു, കിട്ടിയില്ല. അവസാനം ആവശ്യം നമ്മുടേതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇത് വാങ്ങി. ബട്ട് ഞാനിതിൽ കുട കുത്തി കൊള്ളിച്ചു ഗൈസ്. ഇതിൽ കുടയുണ്ട്, ഒരുവിധ സാധനങ്ങളൊക്കെ കൊള്ളും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സില്ല ഗൈസ്, ബസ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണേ അടുത്ത സ്റ്റോപ്പിലേക്ക്. ഗൈസ് നമുക്ക് ബസ് കിട്ടിയില്ല ഗൈസ്, ബസ് മിസ്സായിപ്പോയി. നമ്മളിപ്പോൾ ബസ് കിട്ടുമോ ഓട്ടോ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ ബസ് നോക്കണം, ഓട്ടോയും നോക്കണം. ബട്ട് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് മെഡിക്കൽ കോളേജിൽ വരെ പോകണം, ഒരാളെ കാണാനുണ്ട്. എല്ലാവർക്കും കൂടി കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് പോകാം. അപ്പോൾ പ്ലാന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മെഡിക്കലിലേക്കാണ് കേട്ടോ. നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. ഈ ഒരു ഏരിയ കണ്ടോ, ഈ കല്ല് ഇട്ടതിൻ്റെ ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ തന്നെ സിനിമയല്ലേ, അതിൻ്റെ ആ ഒരു ഓഫീസില്ലേ പഞ്ചായത്ത്, അതിൻ്റെ സെറ്റ് ഇട്ടിട്ടുള്ള ആ ഓഫീസിൻ്റെ സെറ്റ് ഇട്ടിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ നിറയെ വാഴയിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഗൈസ് നമുക്ക് അവിടുന്ന് ഒരു വണ്ടി കിട്ടി. അപ്പോൾ നേരെ ഇനി കക്കോടിക്ക് പോവാണ്. എന്നിട്ട് അവിടെ നമുക്ക് മോന് പോട്ടിൻ്റെ മൺപാത്രത്തിൻ്റെ നോക്കണം, വിലയും കാര്യങ്ങളൊക്കെ. അതിനിടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. ആദ്യം മോന് ചായ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബസ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഹോസ്പിറ്റലിനുള്ളിൽ കയറി ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5th ഫ്ലോറിലെത്തണം. അമ്മയും അച്ഛനും വേറെ വഴിക്ക് വരും, നമ്മൾ വേറെ വഴിക്ക് കയറി. ഓക്കെ, അപ്പോൾ ഉള്ളിൽ കയറട്ടെ. ICUവിലാണ്. കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും അവിടെ ഒന്ന് പോയി വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ICUവിൻ്റെ ഉള്ളിലായിട്ടുള്ള ആളെ, പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എന്നാലും അവിടെ വരെ പോയപ്പോൾ ബാക്കിയുള്ള ആളുകളെ കണ്ടപ്പോൾ ഒരു സമാധാനം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് ഒടുക്കത്ത വയറുവേദന ഇരുന്നു ഗൈസ്, ഒന്നും പറയാത്തതാണ് നല്ലത്. അങ്ങനെ അമ്മയ്ക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള വാഷ്റൂമിലൊന്ന് കയറി. അതിനുശേഷം നമ്മൾ നേരെ പോയത് SMൻ്റെ ഉള്ളിൽ, OSSൻ്റെ ഉള്ളിലൊക്കെയാണ്. അവിടെയൊക്കെ നടന്ന കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നേരെ പോട്ടും കാര്യങ്ങളൊക്കെ നോക്കാം വേണ്ടിയിട്ട് പോയത് ഈ ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഖാദിയാണ്. ഖാദീൻ്റെ ഉള്ളിൽ ഇതേപോലെ ഉണ്ടെന്നുള്ള എനിക്കറിയാം, പക്ഷെ ഒടുക്കാത്ത വിലയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പല തരത്തിലുള്ള സാധനങ്ങൾ, ഡിസൈൻ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ സംഭവവും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വില ഉള്ളതും ഉണ്ട്, വില കുറവുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമോന് ആവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിലെല്ലാം അവന് വേഗം വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളതിനോണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ക്യൂട്ടാന്ന് അറിയോ കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. ആ ഒരു ബുദ്ധനെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ പറയണ്ടല്ലോ, ചട്ടികൾ, ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ, മണ്ണിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ തരിക്കുകയാണ് എന്താ എടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രൈസ് നോക്കിയിട്ടൊക്കെ എടുക്കാമെന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആദിമോനാണ്. കണ്ടോ ചട്ടി, അതൊക്കെ വെള്ളം നിറച്ച് വെക്കുന്ന, നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂജല്ലേ, കൂജേൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഡിസൈൻ ചെയ്യണമെന്ന് പോലും ഇല്ല, അങ്ങനെ തന്നെ എന്താ പറയുക, ഷോ പീസൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. എന്താ എടുക്കേണ്ടത്, ഏതാ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിപ്പോവും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ മോഡലിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ കപ്പ്, സോസർ, പ്ലേറ്റ്,
പിന്നെ എന്താ പറയുക, കൃഷ്ണൻ, ബുദ്ധൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ് കണ്ടോ, അതൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഈ മുളേൻ്റെ ഐറ്റംസ് അതിൻ്റെ മേലൊക്കെ മ്യൂറൽ ചെയ്തതുണ്ട്. അറിയാലോ, ഖാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ വിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഈ മണ്ണിൻ്റെ തന്നെ മണ്ണിൻ്റെ ആ തൂക്കിയിട്ടത് മണ്ണിൻ്റെ എന്തോ ഒരു പ്ലേറ്റ്, ഒരു സംഭവത്തിൻ്റെ മേലെ മ്യൂറൽ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ നമ്മളൊരു ബസ് കയറിയിട്ട് കക്കോടി വന്ന് ഇറങ്ങി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു. സോറി, അതും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ ആ പേരക്ക. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ള പേരക്ക ഒന്ന് നമുക്ക് മുറിച്ചിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ള പേരക്ക സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരമുണ്ട്, ചെറിയൊരു പുളിയും. മധുരമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. സാധാരണ ഞാൻ ഈ വലിയ പേരക്ക നോക്കിയെടുക്കുമ്പോൾ ഉള്ളിലൊക്കെ ചീത്തയാവാറുണ്ട് കേട്ടോ, അത് അങ്ങനെയല്ല. അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ട്. 11:35 40ൻ്റെ ബസ്സുണ്ട്, അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങുന്നത് വരെ ഞാൻ എന്താ പറയുക, കക്കോടി ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അമ്മയും അച്ഛനും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇവർ ഇറങ്ങുകയാണല്ലോ, അപ്പോൾ ഞാനും മോനും കൂടെ പോവാം ഹോസ്പിറ്റലിലേക്ക് എന്ന്. അങ്ങനെയാണ് ക്വിക്കായിട്ടുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ. നമുക്ക് നടന്നിട്ട് ചിലപ്പോൾ എത്തിയപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ ടാക്സി കിട്ടി, അതിൽ കക്കോടി പോയി ഇറങ്ങി. അവിടുന്ന് നമ്മൾ നേരെ പോയത് എന്താ പറയുക, മോനെ ഈ പോട്ട് പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്യാമെന്നാണ്, വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പോട്ട് പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ മൺപാത്രം നമുക്ക് കിട്ടണമല്ലോ, അപ്പോൾ അവിടെ ഒരു കട ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് അച്ഛന്മാരെ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ആ വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആ പോട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടുത്തേന് ഒടുക്കത്തെ വില. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന രീതിയിലോ കൂജ ടൈപ്പൊക്കെ ഉണ്ടാവില്ല, ഫ്ലവർ വേസ് അങ്ങനത്തെ ടൈപ്പിൽ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നോർമലായിട്ട് ചട്ടിയും കാലം വെക്കുന്ന ഒരു ചെറിയൊരു കടയാണ്. പിന്നെ ഈ പ്രാവ് കിളികളെ വളർത്തുമ്പോൾ ആ റൗണ്ടായിട്ട് ഓപ്പൺ വരുന്ന ആ ഒരു അങ്ങനത്തെ ചട്ടിയും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ചോദിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പിന്നെ ലൈൻ ബസ്സില്ലേ, പ്രൈവറ്റ് ബസ്, അതിൽ കയറി നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ എന്തായാലും അറിയാലോ, ഉള്ളിലേക്ക് കയറ്റിവിടാം, കാണാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ കയറി കേട്ടോ. എനിക്ക് എന്താ പറയുക, ഒരു കടലാസ് തന്ന് അത് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാനും മോനും ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ 5th ഫ്ലോറിലാണ്. അപ്പോൾ നേരെ അവിടെ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ ഒരു ഡോർ അവർ താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ എങ്ങനെ കയറാനാണ്, അമ്മേനെയും അച്ഛനെയും ഉള്ളിലേക്ക് കയറ്റിയില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞേരെ എന്താ പറയുക, ഏട്ടൻ വന്നിട്ട് എന്നെയും മോനെയും അവിടെ കൊണ്ടുപോയി ICUലാണ്, കാണാൻ പറ്റില്ല. എന്നാലും ഒരു സമാധാനം, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ വരെ പോയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൻ്റെ പുറത്ത് പോയതാണ് കേട്ടോ. പിന്നെ ഏട്ടൻ പോയിട്ട് അമ്മേനെയും അച്ഛനെയും ഒരു വിധത്തിൽ ഉള്ളിലൊക്കെ കയറ്റി. അച്ഛൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറിയില്ല, ജസ്റ്റ് ഡോറിൻ്റെ അവിടെ വന്നിട്ട് കർട്ടൻ നീക്കി കൊടുത്തു. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ടു കേട്ടോ. പേഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. ICU ആണ്, എന്തായാലും നമുക്ക് കയറി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് കിടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓടിച്ചാടി കയറി പോകാനോ വരാനോ ഒന്നും പറ്റൂല. എന്തായാലും അങ്ങനെ അച്ഛനൊന്ന് ജസ്റ്റ് കണ്ടു. പിന്നെ അതിനുശേഷം നേരെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ ഹോട്ടലിൽ. പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ, അത് വാങ്ങി. പിന്നെ കുറച്ച് നെല്ലിക്ക വാങ്ങി, ഒരു പേരക്ക, വലിയൊരു പേരക്ക വാങ്ങി. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങി. പിന്നെ ചായയും ഫുഡും വാങ്ങി. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നി. എനിക്കില്ലേ കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ, നമ്മൾ ചോറ് കഴിച്ചില്ലല്ലോ, കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ബസ് കയറിയിട്ട് സിറ്റിയിൽ വന്ന് ഇറങ്ങി. പിന്നെ സിറ്റിയിൽ വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകേണ്ടത് SML ആണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SML പോയി. ഹോൾസെയിൽ ഷോപ്സ് ഇല്ലേ, അവിടെയൊക്കെ പോയിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SMലേക്ക് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അവിടെ കയറി. പിന്നെ അതിലിങ്ങനെ ജസ്റ്റ് നടന്നപ്പോഴുള്ള വിഷ്വൽസാണ് നിങ്ങൾ ബാക്കി കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി ബസ്സിൽ ഇരിക്കുന്ന സമയം ആയപ്പോഴേക്കും എനിക്ക് വയറ് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ചു
കഴിഞ്ഞു, ഒക്കെ തീരുമാനമായി എന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ SM പോയി. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ശങ്കറാന്നാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല പേര്. ശങ്കറാണോ, ശങ്കർ അങ്ങനെ എന്തോന്നാ. അവിടെ ഈ സംഭവങ്ങളൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും. ഈ ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ട് ഈ സ്റ്റോൺസ്, പേൾസ്, പെയിൻറ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ. ഞാൻ അവിടെ നിന്ന് ഇരുന്ന് വാങ്ങിക്കില്ല എല്ലാ സാധനവും. മ്യൂറൽ പെയിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അവിടെ ഷോപ്പ് തിരഞ്ഞ് പോയിട്ട് ഷോപ്പ് കാണാനില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അവർ പോയി. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ പോയ സമയത്ത് അവിടെ ആ റൂം SM എന്താ പറയുക, ആ ഒരു ഷോപ്പ് മൊത്തം കാലി കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ ഇതായിരിക്കും, എന്താ പറയുക, ഷെൽഫൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ സ്റ്റാഫിനോട്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ആരും ഷോപ്പിലേക്ക് വരുന്നില്ല, എല്ലാവരും സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ, അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. എത്ര എത്ര എന്താ പറയുക, ലക്ഷക്കണക്കിന് കച്ചവടം നടന്നിട്ടുള്ളൊരു ഷോപ്പായിരുന്നത്. കാരണം ഞാൻ തന്നെ 4000-5000 രൂപയ്ക്കൊക്കെ പെയിൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കലുണ്ടായിരുന്നു മ്യൂറൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കറിയാം. അപ്പോൾ അയാൾ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നേ. ഓൺലൈനായിട്ട് സാധനങ്ങൾ കിട്ടുന്നതിനോട് ആരും ഷോപ്പിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധനവും ഇല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചുമരുണ്ടല്ലേ, അതേപോലെ ക്ലീനായിട്ട് കിടക്കുക, തട്ട് ഒരു സാധനവും ഇല്ലാതെ. അപ്പോഴാണ് ഇങ്ങനെ ആ ഷോപ്പ് ഇങ്ങനെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഓർത്ത, ഓ ശരിയാണ്, ആ ഷോപ്പ് ചിലപ്പം അവർ ഒഴിവാക്കിയിട്ടുണ്ടാകും എന്നുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വന്നത്. പിന്നെ ഇല്ല, പിന്നെ നേരെ ഓയസിൻ്റെ ഉള്ളിൽ കയറി. അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ബാഗ് വാങ്ങിയിട്ട്. ഇതാട്ടെ ബാഗ്. ഇതിന് എത്ര അറ ഉണ്ടെന്ന് അറിയാം. നമ്മൾ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് പണ്ടേ ഉള്ളൊരു കാര്യമാണ് എത്ര അറകളുണ്ട് എന്നുള്ളത് നോക്കുക. എനിക്ക് ആവശ്യം എൻ്റെ ഒരു കുട കൊള്ളുന്ന ഒരു ബാഗ്, അത്രയും മതിയായിരുന്നു. ആക്ച്വലി ഇത് കൊള്ളൂല, പക്ഷെ ഞാൻ കൊള്ളിച്ചു. അപ്പം ഞാൻ ഏതായാലും പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഒരറ, പിന്നെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരറ. അയ്യോ, ഇത് ഞാൻ ഇല്ലില്ല, ഇത് കാണിച്ചു. പിന്നെ ഇതാ ഇവിടെ ഒരറ, പിന്നെ ഇവിടെ ഒരറ ഗൈസ്, കണ്ടോ, 3 ഉണ്ട്. സന്തോഷം, ഇത്രയും മതി എനിക്ക് വലിയ എന്താ പറയുക, വലിയതായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ കുട കൊള്ളണം, ഫോണ് കൊള്ളണം, ഇത്രയില്ല, വേറെ ഒന്നും കൊള്ളണം എന്നില്ല. കണ്ടോ, കുട ഞാൻ കൊള്ളിച്ചു. അപ്പം എനിക്ക് ഏതായാലും സെറ്റായിട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുട്ടി ബാഗ് ഇനിയും വാങ്ങണം എന്നുണ്ട്. അതിന് നമുക്ക് SM പോകണം. SM പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിലും വില കുറവിന് സാധനം കിട്ടും. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ വാങ്ങിപ്പോയതാണ് ഗൈസ് ഈ ഒരു ബാഗ്. എന്തായാലും എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് എന്താ പറയുക, ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം വാങ്ങിയത് ഈ ഒരു ക്യാമലിൻ്റെ പെയിൻ്റാണ് കേട്ടോ. അക്രലിക് കളേഴ്സാണ്, 6 ഷെയ്ഡ് വരുന്നതാണ്. കുഞ്ഞതാണ് വാങ്ങിയത് കണ്ടോ. ഇത് വന്നിട്ട് പേൾ കളേഴ്സാണ്. പേൾ കളേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ടാവും കണ്ടോ, ഒരു തിളക്കം ഉണ്ടാവും. ഒരു പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു സിൽവർ, വൈറ്റ് അല്ല, ഒരു സിൽവർ പോലത്തെ കളറ്. വൈറ്റ് എന്ന് പറയാം, വൈറ്റിലൊരു ഗിൽറ്ററിങ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അത്. പിന്നെ ഒരു ഗ്രീന്, പിന്നെ ഒരു യെല്ലോ, പിന്നെ റെഡ്, ഇത്രയും ഷെയ്ഡ് വരുന്ന ഒരിത് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ ഫെവിക്രിലിൻ്റെ അക്രലിക് കളേഴ്സ് 6 എഗെയിൻ 6 വരുന്നതാണ് കേട്ടോ. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ, ഇതേപോലത്തെ ഗ്രീന്, പിന്നെ ഡാർക്ക് ബ്ലൂ, പിന്നെ യെല്ലോ. മറ്റേത് പേൾ കളേഴ്സിൽ വരുന്ന യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗോൾഡൻ കളർ എന്നാണ് അതിൻ്റെ മുകളിൽ പേര് കൊടുത്തിട്ടുള്ളത് ഗൈസ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സാധനം. ഇത് നമുക്ക് ഗമ്മാണ്, ഗ്ലൂ ആണ്. ഇത് സ്റ്റോൺസ് ഒക്കെ ഡ്രസ്സിൻ്റെ മേലൊക്കെ യൂസ് ചെയ്യാം. ഇത് സംഭവം ഇങ്ങനെയല്ല, അറിയണ്ടാവില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സംഭവം. ഇത് ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തുണിയിലോ എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റോൺസ് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്യുക. 1 മിനിറ്റ് സാധനം താഴെ പോയിട്ട് ഒന്ന് എടുക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ 50 ഗ്രാം
കുറച്ച് ചെറിയ ഇത് വാങ്ങിയിട്ടുണ്ട്, സ്റ്റോണ് വാങ്ങിയിട്ടുണ്ട്. സ്റ്റോണാണോ അതോ മറ്റേ സാധനമാണോ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. എത്ര രൂപയാണ്? 50 ഗ്രാമിന് 120 രൂപയാണ് വരുന്നത്. ഇത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. 120 രൂപ പറയുന്നത് കുറവാണ്. ഞാൻ 25 ഗ്രാം ആണെങ്കിൽ 60 രൂപ കിട്ടും. ഞാൻ 100 ഗ്രാമായിട്ടോ വാങ്ങി, അല്ല 50 ഗ്രാമാണ് കേട്ടോ വാങ്ങിയത്. കുട്ടി കല്ലാണ് കണ്ടോ, ഇതേപോലെ കാണുന്നുണ്ടോ, ഒരു ഗ്രീൻ കളർ വരുന്നത്. ഇത് ഡ്രസ്സിൻ്റെ മേലെ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഗോൾഡൻ കളറ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറ് സ്റ്റോൺ വരുന്ന ഇങ്ങനത്തെ സംഭവം വാങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഈ ഒരു ഷീറ്റിന് 10 രൂപയാണ് വരുന്നത്. ഇത്രയും മിറർ നമുക്ക് കിട്ടും, റൗണ്ടായിട്ട് വരുന്ന മിററില്ലേ, അങ്ങനത്തെ മിറർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല, വാങ്ങിയിട്ടുണ്ട്. അത്രയും നമ്മൾ ടൗണിൽ നിന്ന് അത്രയും വാങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇത്ര അല്ലായിരുന്നു. എനിക്ക് ബ്രഷുകളില്ലേ, പെയിൻറ്റിങ് ചെയ്യുന്ന ബ്രഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്താ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ വയറുവേദന സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ പൈസ ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരുക ചെയ്ത്. അയാളിനോട് കുറേ ചോദിച്ചതാണ്, എന്താ ഇനിയും വാങ്ങിക്കാനുണ്ടല്ലോ, ബ്രഷൊന്നും വേണ്ട എന്നുള്ളത്. ഒന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് നല്ല ചൂടുള്ള വെള്ളം കുടിച്ചു. അപ്പോഴാണ് ഒന്ന് സമാധാനമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചില്ല, രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയല്ല, ഗ്യാസ് ട്രബിൾ ആയിരുന്നു ഗൈസ്. പിന്നെ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ, നമുക്ക് പോട്ട് വാങ്ങിക്കണ്ടേ, പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് ഗാദിയിലേക്കാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗാദിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടും. ഈ പോട്ട് തന്നെ, മൺപാത്രങ്ങൾ തന്നെ പല ഡിസൈനിലുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ അവിടുന്ന് വാങ്ങി. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ വാങ്ങിയത് ഈ ഒരു കപ്പാണ്. സൗണ്ട് കേട്ടോ, നല്ല അടിപൊളി കപ്പാണ്. നമുക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാം. പക്ഷെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി ഒരു കപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, എത്രയാണെന്നുള്ളത് മറന്നു. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാരാ, ഒരു കുട്ടി ബുദ്ധനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ബുദ്ധനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്, അതെനിക്കിപ്പോൾ സാധിച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഒരു ബുദ്ധൻ കുട്ടീനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും എത്രയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ കുഞ്ഞു ബുദ്ധൻ, ഇതിലും ചെറിയ ബുദ്ധനുണ്ട്, അത് മുതൽ നല്ല വലിയ ബുദ്ധനില്ലേ അതുവരെ ഉണ്ട്. ഒക്കെ മണ്ണിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഭയങ്കര കഴിവാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ എടുക്കേണ്ടത്, എന്തൊക്കെയാ വാങ്ങിക്കേണ്ടതെന്നായി പോകും ഗൈസ്. അത്യാവശ്യം നല്ല പ്രൈസും വരുന്നുണ്ട് കേട്ടോ. വലിയ വലിയ സാധനങ്ങൾ, എനിക്ക് വലിയ സാധനങ്ങൾ വേണ്ടിയിരുന്നു, ചെറിയ ഐറ്റംസ് മതിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കുട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബുദ്ധനെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താ നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് കണ്ടോ, ഈ ഒരു ചെറിയൊരു ബൗളാണ്, കുട്ടി ബൗളാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക, കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കുട്ടി ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ മുട്ടുമ്പോൾ ഒക്കെ. നല്ല മണം എന്ന് പറഞ്ഞാൽ ആ മണ്ണിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം. ഇത്രയേ ഉള്ളൂ. കണ്ട കിട്ടിയ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് പൂവൊക്കെ ഇട്ടിങ്ങനെ വെക്കുമല്ലോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി വാങ്ങിയിട്ടുള്ളത് നേരത്തെ വാങ്ങിയതിനേക്കാൾ കുറച്ച് വലിയൊരു ഐറ്റാണ്. കുറച്ച് വലിപ്പമുണ്ട്, കുറച്ചുകൂടി വലിയൊരു പാത്രം, വലിയൊരു ബൗളാണ് ഇത്. നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കണ്ടോ, കുറച്ചുകൂടി വലിപ്പമുണ്ട്. നേരത്തെ കുഞ്ഞതാണ്. കണ്ടോ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇത് കുറച്ചുകൂടി വലുതാണ്, മറ്റേത് കുഞ്ഞതാണ്, തീരെ കുട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന് അത്ര വെയിറ്റ് ഇല്ല, കുട്ടിയാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഇത്രയും കട്ടി വരുന്നുണ്ട് അടിയിലേക്കും. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല വെയിറ്റും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ.
മൊത്തത്തിൽ കടലാസ് മയമായി എൻ്റെ കട്ടിൽ മൊത്തം. പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. കണ്ടോ, നടുവിലൊരു ഹോളൊക്കെ ഉണ്ട്. ഇതെന്താണെന്നറിയോ? ഇതൊരു നമ്മൾ ചെടിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോട്ടാണ് കേട്ടോ, മണ്ണിൻ്റെ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത്രയും വീതി വരുന്നുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 445 രൂപയോ 445 എത്രയോ ആയി ഇതിൻ്റെ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും കൂടി പ്രൈസ് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓരോന്നിൻ്റെ വിലയും. ഇതിനൊക്കെ അത്യാവശ്യം വില ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങളിതൊക്കെ പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിന് അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പല ടൈപ്പിലുള്ള പൂജകൾ, അതേപോലെ തന്നെ പോട്ട് നമുക്ക് വീട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ, ഫ്ലവർ വേസും അതേപോലെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ക്ലേ പോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടല്ലേ, മൺപാത്രങ്ങൾ. ഇനി ഇതൊക്കെ എന്തിനാണെന്നും കൂടി ഞാൻ പറയാം. ആദ്യം മോന് ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവൻ പേര് കൊടുത്തിട്ടുള്ളത് പോട്ട് പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞതും വലിയതുമായിട്ടുള്ള പോട്ടുകളിൽ ആദിമോൻ്റെ കലാവിരുതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പെയിൻറ്റിങ് മാത്രമാണോ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റോൺ കൊണ്ട് അവൻ ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. ഞാൻ ഇതേപോലെ പോട്ട് പെയിൻറ്റിങ്, മാരേജ് പോട്ട്, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡിമാൻഡുള്ളൊരു സാധനമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പോട്ടിൻ്റെ മേലൊക്കെ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു സാധനത്തിൻ്റെ മേലെ കുറച്ചുകൂടി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള പെയിൻറ്റിങ്ങും സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ മേലെ വെച്ച് അടിക്കുന്ന ആ ഒരു സ്റ്റോണില്ലേ, പല കളർ വരുന്നത്, അതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഈ പോട്ട് പെയിൻറ്റിങ് അതേപോലെ മാരേജ് പോട്ടൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സ്റ്റോണ്, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ടില്ല. ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇതിന് എത്രയാണ്? ഇതിന് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. പിന്നെ അവിടുന്ന് നമ്മൾ ബ്രഷും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. എൻ്റെ കയ്യിലുള്ള ബ്രഷ് മ്യൂറൽ ചെയ്യുന്ന ബ്രഷാണ്. കുഞ്ഞു ബ്രഷില്ലേ, 000 എന്നൊക്കെ വരുന്നത്, അങ്ങനത്തെ ഔട്ട്ലൈൻ ചെയ്യുന്ന അങ്ങനത്തെ ബ്രഷൊക്കെയാണ്. ഇവന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിപ്പമുള്ളതാകുമ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ബസ് കയറി കക്കോടി വന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഏകദേശം ഞാൻ സെറ്റായിട്ടാ, വേദനയൊന്നും ഇല്ലാതെ സെറ്റായി. പിന്നെ നമ്മൾ നേരെ ഷോപ്പിൽ വന്നിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു ഫെവിക്കോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു 3-4 ടൈപ്പ് ബ്രഷ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് എന്താ പറയുക, മോൾഡ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അതായത് ഇതിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ശില്പകാർ എന്നായിരുന്നു. അതായത് ഇതിൻ്റെ എംസീലില്ലേ, നമ്മൾ ലീക്കൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന എംസീലിൻ്റെ വേറൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എംസീൽ എന്ന് പറയുമ്പോൾ ഡാർക്ക് കളറായിട്ട് ഉണ്ടാവുക. ഇതൊന്നൊരു വൈറ്റ് കളറും ഒന്നൊരു ഓഫ് വൈറ്റ് കളറുമാണ് ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് രണ്ടും കൂടി ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നല്ല വൈറ്റ് കളറാവും. നമ്മൾ എംസീൽ മിക്സ് ചെയ്യൂല, അതേപോലെ ഈ 2 സാധനം എടുത്തിട്ട് മിക്സ് ചെയ്യാം. എംസീൽ തന്നെയാണ്, പക്ഷേ ഇത് നമുക്ക് ഇതേപോലെ ക്ലേ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതേപോലെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശില്പികൾക്ക്, അതാണ് ശില്പകാർ എന്ന് വരുന്നത്. ശില്പികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം അതിൻ്റെ പേര് മോൾഡിറ്റ് എന്നാണ് കേട്ടോ. പണ്ടത് ശില്പകാറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 2 സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, പല പല സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പായിരിക്കും കേട്ടോ. എറിഞ്ഞാലും അടിച്ചാലും ഒന്നും പൊട്ടൂല. എംസീൽ എങ്ങനെയാണോ അതന്നെ, എംസീൽ തന്നെ, പക്ഷെ കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എംസീൽ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ കുറച്ച് ഗ്ലാസിൻ്റെ പീസ് വാങ്ങി. ഇതിനും വന്നിട്ട് 10 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്, റൗണ്ട് കളറല്ല, കുറച്ചിങ്ങനെ എസ് പോലത്തെ ഒരു ഷേപ്പിലാണ്.
പിന്നെ വാങ്ങിയത് ഇതെന്താണെന്നറിയോ? ഇതാണ് വാർണിഷ് കേട്ടോ. ഈ സംഭവം പിക്ചറിൻ്റെ മേലെയൊക്കെ നമ്മൾ മ്യൂറലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്ചറിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് നല്ല തിളക്കത്തോട് കൂടിയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നമല്ലേ, തുടച്ചാലൊന്നും ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ മ്യൂറലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തിളക്കത്തോടു കൂടി ഇരിക്കും. പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. 4 ഓയിൽ കളേഴ്സിൻ്റെ ആണ് കേട്ടോ. ഇത് ഓയിൽ കളേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് യൂസ് ചെയ്യാം. ഈ പോട്ടിൻ്റെ മേലെ ഡിസൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് അടുക്കളയിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ വാങ്ങി. കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പത്തിരി പ്രസ്. ഇനി നമുക്ക് നൈസ് പത്തിരി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമ്മളൊരു പത്തിരി പ്രസ് കൂടെ വാങ്ങിയിട്ട് നേരെ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. എന്നായി ഓട്ടോ വിളിക്കുക, വീട്ടിൽ വരിക, വീട്ടിൽ വന്നിട്ടോ നേരെ കുളിക്കാൻ പോയി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നാലേ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ചായ കുടിച്ച്, സോറി ഗൈസ് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒക്കെ തീർത്താൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടീച്ചറോട് ചോദിച്ചിട്ട് ടീച്ചർ എന്താണോ പറയുന്നത് എന്നനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ വർക്കാണ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ ഗൈസ്. എൻ്റെ കുറച്ചെങ്കിലും കഴിവ് അവന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. നമുക്ക് നോക്കാം എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടി വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വീഡിയോ ആയിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയൂടാ, എഡിറ്റ് ചെയ്ത സമയത്തേ അറിയുള്ളൂ എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ വെക്കണം എന്നുള്ള കാര്യം. അഗെയിൻ അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇപ്പം ഞാൻ പോവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.